ഫാമിലി. അപ്പോൾ എൻ്റെ CBSEയിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എപ്പോഴൊക്കെയാണ് നമ്മളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓരോ സബ്ജക്ട്സും ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് മിസ്സിനറിയാം. അപ്പം ഇപ്പോൾ പെട്ടെന്ന് പലരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഡേറ്റ് ഷീറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ CBSE വെബ്സൈറ്റിൽ ആ റിവൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ആയ വിവരം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ മക്കളെ ഇതാ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മുടെ റിവൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ് ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക? നമ്മൾ സാധാരണ ഡേറ്റ് ഷീറ്റ് മുമ്പ് എടുത്തതുപോലെ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റ് CBSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. ഏതാ? cbse.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടാബാണ് ഓപ്പൺ ആവുക. അതിൽ നമ്മൾ പോകേണ്ടത് മെയിൻ വെബ്സൈറ്റിലേക്കാണ്. ഓക്കെ, അപ്പോൾ മെയിൻ വെബ്സൈറ്റിലാണ് നമ്മളുടെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ താഴോട്ടേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഒരു ന്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡേറ്റ് ഷീറ്റ് ക്ലാസ് 10 അതുപോലെ തന്നെ ഡേറ്റ് ഷീറ്റ് ക്ലാസ് 12 എന്താണ് റിവൈസ്ഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലേ മക്കളെ. അപ്പോൾ അത് നിങ്ങൾ 3-ാം തീയതിയാണ് നമുക്ക് വന്നിട്ടുള്ളത്, ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് +2ൻ്റെ ആണെങ്കിൽ ഇവിടെ ഡേറ്റ് ഷീറ്റ് ക്ലാസ് 12 നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2ൻ്റെ ഡേറ്റ് ഷീറ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഈ ഡേറ്റ് ഷീറ്റാണ് ഇനി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലത്തെ ഡേറ്റ് ഷീറ്റിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റുകളും ഏതൊക്കെ സമയത്താണ്, വലിയ മാറ്റങ്ങളില്ല, ചെറിയ ചേഞ്ചുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും അല്ലേ, പലർക്കും ചില സബ്ജക്ട്സുകളൊക്കെ ചിലപ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഒന്ന് കാര്യപ്പെട്ട് ഇതൊന്ന് പുതിയ ഡേറ്റ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് മനസ്സിലാക്കുക എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമാണുള്ളത് എങ്കിൽ കൂടെ മിസ് പറയാനുള്ളത്, പഴയ ഡേറ്റ് ഷീറ്റ് അല്ല ഇനി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, റിവൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ് ഷീറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ ലൈവുകളുണ്ട്. അപ്പോൾ ആ ലൈവുകൾ മിസ് ചെയ്യാതെ എൻ്റെ കുട്ടികൾ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ചാനലിനെ പറ്റി എന്ത് ചെയ്യുക, ഒന്ന് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ലൈവുകളിൽ വരാൻ വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മളുടെ മാർക്സ് എന്ന് പറയുന്നത് അല്ലെ, ഈ ഒരു വർഷം നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ എക്സാം വിന്നർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ റിവൈസ്ഡ് ഡേറ്റ് ഷീറ്റ് വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. ഓക്കെ, താങ്ക് യു.